പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BBA ഓണേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സെമസ്റ്ററിലെ മേജർ സബ്ജക്റ്റ് ആയിട്ടുള്ള ബിസിനസ് എക്കണോമിക്സ്, അതിലെ ഇമ്പോർട്ടൻറ്റ് 6 and 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തത്. മൊഡ്യൂൾ 4 ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ പാർട്ട് 1 നമ്മൾ ഈ വീഡിയോയിൽ ഇതിന്റെ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് പറഞ്ഞു പോവുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബ്ലംസ് ആൻഡ് ഇഷ്യൂസ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയീസ്, ട്രേഡ് യൂണിയൻ ആൻഡ് ദ ഗവൺമെന്റ് ഇൻ ദ വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിൽ എംപ്ലോയീസും ട്രേഡ് യൂണിയനും ഗവൺമെന്റ് ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് അത് പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ മെയിൻറ്റെയിനിങ് പീസ്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് വർക്ക് എൻവിറോൺമെന്റ് ബൈ റീസോൾവിംഗ് കോൺഫ്ലിക്ട്, എൻഷുറിംഗ് വർക്ക് റൈറ്റ്സ് ആൻഡ് ബാലൻസിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ആൾ പാർട്ടീസ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് പീസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് വർക്ക് എൻവിറോൺമെന്റ്. ഒരു വ്യവസായ സ്ഥാപനത്തിൽ, ഒരു ഫേമിൽ നല്ല വർക്ക് എൻവിറോൺമെന്റ് ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കൂടും. അതുപോലെ തന്നെ ബൈ റീസോൾവിങ് കോൺഫ്ലിക്ട് റീസോൾവ് ചെയ്യുക, എൻഷുറിംഗ് വർക്കേഴ്സിന്റെ റൈറ്റ് എൻഷുർ ചെയ്യുക, ബാലൻസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ആൾ പാർട്ടീസ്. ഓക്കെ, ഇതിലൂടെ വർക്ക് പ്ലേസ് ഹാർമണി, ഹയർ പ്രൊഡക്ടിവിറ്റി, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്താം. പ്രോബ്ലംസ് ആൻഡ് ഇഷ്യൂസ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. നമ്മൾ ഇതിൽ ഇൻഡസ്ട്രിയൽ ഡിസിപ്ലിൻ അറിഞ്ഞിരിക്കണം. ഇൻഡസ്ട്രിയൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് it refers to the adherence to rules, regulation and procedures within an industrial workplace setting. വർക്ക്പ്ലേസ് സെറ്റിംഗിലുള്ള റൂൾസ്, റെഗുലേഷൻ, പ്രൊസീജിയേഴ്സിനെയാണ് എന്ന് പറയാം ഇൻഡസ്ട്രിയൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇത് ഓർഡർലി കണ്ടക്ട്, പ്രൊഡക്ടിവിറ്റി കൂട്ടാനും അതേപോലെ തന്നെ ഹാർമണി ഉണ്ടാക്കാനും എംപ്ലോയീസും തമ്മിലുള്ള നല്ലൊരു ബന്ധം സ്ഥാപിക്കാനും ഇത് വളരെ ഉപകാരപ്രദമാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ലാക്ക് ഓഫ് പ്രൊഡക്ടിവിറ്റി ആയിരിക്കും, എംപ്ലോയി മിസ്കണ്ടക്ട് ഉണ്ടാവും, പുവർ വർക്ക് കൾച്ചർ ഉണ്ടായിരിക്കും. ഇനി ഇൻഡസ്ട്രിയൽ അൺട്രസ്റ്റ് എന്ന് പറയുന്നത് വർക്ക് പ്ലേസിൽ, വർക്കിംഗ് കണ്ടീഷനിൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എന്തായിരിക്കും, അൺഹാപ്പി ആയിരിക്കും, ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതിനെന്ത് പറയാം, ഇൻഡസ്ട്രിയൽ അൺട്രസ്റ്റ് എന്ന് പറയാം. ഇത് സ്ട്രൈക്ക്, പ്രൊട്ടസ്റ്റ്, മറ്റു കാര്യങ്ങളിലേക്ക് നടക്കും. ഇത് പ്രൊഡക്ഷനിലും എംപ്ലോയ്മെന്റിലും എക്കോണമിയിലും നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായിരിക്കും. ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ലോ വേജസ് ആൻഡ് സാലറി ഇഷ്യൂസ്, പുവർ വർക്കിംഗ് കണ്ടീഷൻ, ജോബ് ഇൻസെക്യൂരിറ്റി, അൺഫെയർ ട്രീറ്റ്മെന്റ്, അൺറിസോൾവ്ഡ് ഗ്രീവൻസ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇൻഡസ്ട്രിയൽ അൺട്രസ്റ്റ് ഉണ്ടാവുക. പ്രധാനമായിട്ട് വേജ് കുറഞ്ഞാലും അതേപോലെ സാലറി ഇഷ്യൂസും ജോബിൽ ഇൻസെക്യൂരിറ്റി ഒക്കെ ഉണ്ടായാൽ തന്നെ ആളുകൾക്ക് വലിയ ഒരു മടിപ്പോട് കൂടിയൊക്കെ ജോലി ചെയ്യാം. ഇനി ട്രേഡ് യൂണിയനിസം എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിന്റെ ഓർഗനൈസേഷൻ ആണ്. അവരുടെ റൈറ്റും അവരുടെ ജോബ് സെക്യൂരിറ്റിയും വർക്കിംഗ് കണ്ടീഷനും വേജും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യൂണിയനെയാണ് എന്ത് പറയാ, ട്രേഡ് യൂണിയനിസം എന്ന് പറയാം. ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. ഇൻഡസ്ട്രിയൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് ഡിസിഷൻ ആൻഡ് ഡെമോക്രാറ്റിക് ഗവേണൻസ് ഓഫ് വർക്ക് പ്ലേസിൽ ഡെമോക്രാറ്റിക് ഗവേണൻസ് ഉറപ്പുവരുത്തിക്കൊണ്ട് വർക്കേഴ്സ് എന്ത് ചെയ്യുക, മാനേജ്മെന്റ് ഡിസിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് എന്ന് പറയാം ഇൻഡസ്ട്രിയൽ ഡെമോക്രസി എന്ന് പറയുന്നത്. ഇനി മെത്തേഡ് ടു പ്രിവെന്റ് സെറ്റിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം. ഇത് ചിലപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അതിലൊന്ന് സ്ട്രോങ് ട്രേഡ് യൂണിയൻ ആൻഡ് എംപ്ലോയർ അസോസിയേഷൻ. ഓക്കെ, വളരെ കൃത്യമായിട്ടുള്ള ട്രേഡ് യൂണിയൻ ആവശ്യമുണ്ട്, എംപ്ലോയർ അസോസിയേഷൻ. ഒരു വെൽ ഓർഗനൈസ്ഡ് ആകുമ്പോൾ അവരുടെ കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് പറയുമ്പോൾ തന്നെ അവിടെ കുറെ പ്രശ്നങ്ങൾ തീരും. കളക്റ്റീവ് ബാർഗൈനിങ്, എല്ലാവരും തമ്മിലുള്ള ഒരു കളക്റ്റീവ് ബാർഗൈനിങ് വേണം. ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം വേണം. ഫെയർ വേജ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ. ഒരു ജോലി ചെയ്യുന്നതിന് അതിനനുസരിച്ചുള്ള ഫെയർ ആയിട്ടുള്ള, ടൈംലി ആയിട്ടുള്ള, ആസ് പെർ ലേബർ ലോ പ്രകാരമുള്ള ഫെയർ വേജും വർക്കിംഗ് കണ്ടീഷനും വേണം. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. കോഡ് ഓഫ് ഡിസിപ്ലിൻ അത്യാവശ്യമാണ്. ഗവൺമെന്റ് റെഗുലേഷൻ, ലേബർ ലോ. മെത്തേഡ് ടു സെറ്റിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്, നെഗോസിയേഷൻ, മീഡിയേഷൻ, ആർബിട്രേഷൻ. നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് ക്വിക്കസ്റ്റ് മെത്തേഡാണ്, ഡിസ്കസ് ചെയ്യുക. മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള, ഡിസ്പ്യൂട്ട് പരിഹരിക്കാനുള്ള ഒരു തേർഡ് പാർട്ടി അതിന്റെ ചർച്ചകൾ നടത്തുക. ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ എ ന്യൂട്രൽ ആർബിട്രേറ്റർ ലിസൺ ടു ബോത്ത് പാർട്ടി ആൻഡ് ഗീവ് ബിൻഡിങ് ആൻഡ് നോൺ ബൈൻഡിങ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ആർബിട്രേറ്റർ രണ്ട് ഭാഗവും കേട്ടിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തുക. അഡ്ജുഡിക്കേഷൻ ലീഗൽ സെറ്റിൽമെന്റ് ആണ്. കളക്റ്റീവ് ബാർഗൈനിങ് എഗ്രിമെന്റ്. ഓക്കെ, ഇനി ഡിറ്റർമിനേഷൻ വേജ് ആൻഡ് പെർഫെക്റ്റ്ലി കോമ്പറ്റിറ്റീവ് ലേബർ മാർക്കറ്റ്. ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റിറ്റീവ് ലേബർ മാർക്കറ്റ് ദർ ആർ മെനി ഫേംസ്. കുറെ ഫേം ഉണ്ടാവും, ബയേഴ്സ്, ലേബർ ആൻഡ് മെനി വർക്കേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ലേബർ മാർക്കറ്റിൽ ഫേമും അതേപോലെ മെനി വർക്കേഴ്സും അതേപോലെ മെനി ഫേമും ഉണ്ടായിരിക്കും. ഫേമാണ് ലേബറിനെ ബൈ ചെയ്യുന്നത്, സെല് ചെയ്യുന്നത് വർക്കേഴ്സാണ്.
നെയ്തർ ഫേം നോർ വർക്കേഴ്സ് ഹാവ് ദ പവർ ടു ഇൻഫ്ലുവൻസ് ദ വേജ് റേറ്റ്. വേജ് റേറ്റിൽ വർക്കേഴ്സിനോ ഫേമിനോ ഒരു പവർ ഉണ്ടാവില്ല, അത് ഡിറ്റർമിൻ ചെയ്യും, മേക്കിംഗ് ബോത്ത് ദ വേജ് ടേക്കേഴ്സ്. ഫേംസ് ഹയർ വർക്കേഴ്സ് ടു മാക്സിമൈസ് ദെയർ പ്രോഫിറ്റ്. ഫേം വർക്കേഴ്സിനെ ഹയർ ചെയ്യുന്ന പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ചെയ്യണം. വൈൽ വർക്കേഴ്സ് സപ്ലൈ ലേബർ ടു മാക്സിമൈസ് ദെയർ യൂട്ടിലിറ്റി. വർക്കേഴ്സ് സപ്ലൈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്? അവരുടെ യൂട്ടിലിറ്റി വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദ വേജ് റേറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ interaction of labor demand and labor supply. വേജ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ്. ദ ഡിമാൻഡ് കർവ് ഓഫ് ലേബർ സ്ലോപ്പ് ഡൗൺവാർഡ് ഡ്യൂ ടു ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ. ഡിമാൻഡ് കർവ് എന്തായിരിക്കും? ഡൗൺവാർഡ് ആയിരിക്കും. അതിന് പ്രധാന കാരണം ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ, മീനിങ് ദാറ്റ് ആസ് മോർ വർക്കേഴ്സ് ആർ ഹയർഡ് അഡീഷണൽ ഔട്ട്പുട്ട് ഈച്ച് വർക്കർ പ്രൊഡ്യൂസ് ഡിക്രീസ്. മോർ വർക്കേഴ്സിനെ ഹയർ ചെയ്യും തോറും അഡീഷണൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഓരോ ഈച്ച് വർക്കർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്യും. റെഡ്യൂസിങ് ദെയർ വാല്യൂ ടു ദ ഫേം. ഫേമിൽ അവരുടെ വാല്യൂസ് കുറയും. ആസ് എ റിസൾട്ട് ഓഫ് ഫേം ഡിമാൻഡ് ഫ്യൂവർ വർക്കേഴ്സ് അറ്റ് ഹയർ വേജ്. ഫേം ഡിമാൻഡ് ചെയ്യുക ഫ്യൂവർ വർക്കേഴ്സിന് ഹയർ വേജിൽ, മോർ വർക്കേഴ്സ് അറ്റ് ലോവർ വേജിൽ, മോർ വർക്കേഴ്സിന് ലോവർ വേജിൽ. ഓൺ ദ അതർ ഹാൻഡ് ദ ലേബർ സപ്ലൈ കർവ് ഈസ് അപ്വാർഡ് സ്ലോപ്പിംഗ്. ലേബർ സപ്ലൈ കർവ് അപ്വാർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇത് ഡിമാൻഡ് കർവും ഇത് സപ്ലൈ കർവ്. ആസ് ഹയർ വേജ് അട്രാക്ട് മോർ വർക്കേഴ്സ് ഇൻ ടു ദ മാർക്കറ്റ്. ഹയർ വേജിന്റെ ആയാലും എന്ത് ചെയ്യും? സപ്ലൈ കൂടും. ലോവർ വേജ് ആണെങ്കിൽ സപ്ലൈ കുറയും. അതുകൊണ്ടാണ് പോസിറ്റീവ്ലി സ്ലോപ്ഡ്. വർക്കേഴ്സ് ആർ മോർ വില്ലിംഗ് ടു ഓഫർ ദെയർ ലേബർ വെൻ ദേ റിസീവ് ബെറ്റർ കോമ്പൻസേഷൻ. ഇക്വിലിബ്രിയം വേജ് ഡിറ്റർമിനേഷൻ പോയിന്റ് ഈ ഇൻ ഡയഗ്രത്തിൽ ഈ എന്ന പോയിന്റിലാണ് ഇക്വിലിബ്രിയം ഡിമാൻഡും സപ്ലൈ. ഇക്വിലിബ്രിയം വേജ് റേറ്റ് OW ഡിറ്റർമിൻഡ് വെർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇന്റർസെക്ട് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഓഫ് ലേബർ OQ. ഈ വേജ് റേറ്റിൽ OW വേജ് റേറ്റിൽ OQ ലേബർ ആണ് വർക്ക് ചെയ്യാൻ തയ്യാറാവാം. ഈ വേജ് റൈസ് എബവ് OWനെക്കാട്ടി മുകളിലേക്ക് വേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ എക്സീഡ് ഡിമാൻഡ്. സപ്ലൈ എന്ത് ചെയ്യും? ഡിമാൻഡിനെക്കാട്ടി കൂടും. സപ്ലൈ കൂടും, ഡിമാൻഡ് കുറയും. അതെന്ത് ചെയ്യും? സപ്ലൈ കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അൺഎംപ്ലോയ്മെന്റ് കൂടും. കൂടുതൽ ആളുകൾ ജോലി ചെയ്യണം, പക്ഷെ അതിനനുസരിച്ചുള്ള ജോലിയില്ല. ആ വേജ് ഫാൾ ബാക്ക്, വേജ് എന്ത് ചെയ്യും? അടിയിലോട്ട് തന്നെ വരും. ഈ പോയിന്റിലേക്കൊക്കെ മുകളിലോട്ട് വേജ് കൂടി ഇത് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൂടുതൽ ആളുകൾ സപ്ലൈ, പക്ഷെ അതിനനുസരിച്ചുള്ള ഡിമാൻഡ് ഇല്ല. ഇനി നോക്കാം, വേജ് ഡ്രോപ്പ് ബിലോ OWനെക്കാട്ടിലും ബിലോയിലേക്ക് വേജ് വന്നു കഴിഞ്ഞാൽ ഡിമാൻഡ് എക്സീഡ് സപ്ലൈ. ഡിമാൻഡ് എന്ത് ചെയ്യും? സപ്ലൈനെക്കാട്ടിലും കൂടും. എന്ന് പറഞ്ഞാൽ വേജ് കുറവാണ്, അപ്പൊ കൂടുതലായിട്ട് എന്തുണ്ടാവും? ഡിമാൻഡ് കുറയും. ഡിമാൻഡ് എക്സീഡ് സപ്ലൈ. സപ്ലൈനെക്കാട്ടിലും ഡിമാൻഡ് ഉണ്ടായിരിക്കും, ലേബർ ഷോർട്ടേജ് ആയിരിക്കും. വേജ് റൈസ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാലറി കൊടുക്കുമ്പോൾ കമ്പനികൾ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, പക്ഷെ അതിനനുസരിച്ചുള്ള സപ്ലൈ ഉണ്ടാവില്ല, വേജ് കുറവാണ്, അപ്പോൾ ലേബർ ഷോർട്ടേജ് ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിൽ വേജ് റൈസ് ബാക്ക്. ഇങ്ങനെയാണ് ഇക്വിലിബ്രിയം എന്ത് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫേം ലെവൽ വേജ് റേറ്റ് ഇൻ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ഈച്ച് ഫേം ഹയർ വർക്ക് അറ്റ് ദ മാർക്കറ്റ് വേജ് റേറ്റ്. പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഇതിൽ മാർക്കറ്റ് വേജ് റേറ്റിലാണ് ഫേം ഹയർ ചെയ്യുക. ദ ഫേം ലേബർ സപ്ലൈ കർവ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ലേബർ സപ്ലൈ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അറ്റ് W, മീനിങ് ഇറ്റ് ക്യാൻ ഹയർ ആസ് മെനി വർക്കേഴ്സ് ആസ് നീഡഡ് അറ്റ് ദാറ്റ് വേജ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഇവിടെ നോക്കുക, ഇതാണ് ഫേമിന്റെ കേസിൽ. ഈ ഫേമിന്റെ കേസിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഫേം എന്ത് ചെയ്യും? ആ ലെവലിൽ മെനി വർക്കേഴ്സിന് എന്ത് ചെയ്യും? മീനിങ് ഇറ്റ് ക്യാൻ ഹയർ മെനി വർക്കേഴ്സ് ആ വേജ് റേറ്റിൽ ഹൊറിസോണ്ടൽ ആയതുകൊണ്ട്. ഓക്കെ, ഇതാണ് ഇത് ഇൻഡസ്ട്രി കേസും ഇത് ഫേമിന്റെ കേസുമാണ്. ഓക്കെ, ഇനി ഡിറ്റർമിനേഷൻ ഓഫ് വേജ് അണ്ടർ ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ദ സപ്ലൈ കർവ് ഈസ് അപ്വാർഡ് റൈസിംഗ്. സപ്ലൈ കർവ് അപ്വാർഡ് റൈസിംഗ് ആയിരിക്കും, മീനിങ് മാർജിനൽ വേജ് ഈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് വേജ്. മാർജിനൽ വേജ് ആവറേജ് വേജിനെക്കാട്ടിൽ മുകളിലായിരിക്കും. എംപ്ലോയീസ് aim to maximize profit by hiring labor up to the point where MW പോയിന്റ് വരെ ആണ് എന്ത് ചെയ്യുക? മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി MRP വരെ, MW വരെ ആണ് എന്ത് ചെയ്യുക? ആളുകൾ ഹയർ ചെയ്യുക, മാക്സിമൈസ് പ്രോഫിറ്റ്. ഇഫ് MW is less than MRP, MW മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റിനാട്ടിലും കുറവാണെങ്കിൽ, ലെസ് ദാൻ ഹയർ മോർ ലേബർ ഈസ് പ്രോഫിറ്റബിൾ. മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റിനാട്ടിൽ കുറവാണെങ്കിൽ ഹയറിംഗ് മോർ ലേബർ ഈസ് പ്രോഫിറ്റബിൾ. കൂടുതൽ വർക്കേഴ്സിനെ ഹയർ ചെയ്യും. പക്ഷെ മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റിനെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ ഹയർ മോർ ലേബർ ഈസ് അൺപ്രോഫിറ്റബിൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേജ് കൂടുതലും അതിനുള്ള പ്രൊഡക്ടിവിറ്റി കുറവുമാണെങ്കിൽ കൂടുതൽ ലേബറിനെ ഹയർ ചെയ്യുന്നത് അൺപ്രോഫിറ്റബിൾ ആണ്. വേജ് കുറവും റവന്യൂ കൂടുതലുമാണെങ്കിൽ പ്രോഫിറ്റബിൾ ആണ് എന്നാണ് പറയുന്നത്. ദ MRP കർവ് ഈസ് ഡൗൺവാർഡ് സ്ലോപ്പിംഗ്. MRP കർവ് ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ആണ്. വൈൽ MW ആൻഡ് AW ആർ അപ്വാർഡ് സ്ലോപ്പിംഗ്.
MW, AW upward sloping at equilibrium point E. Equilibrium point E the firms hire ON unit. ON unit ലാബറിനെയാണ് where MW and MRP equal. അവിടെ MW MRP equal ആണ്. അതാണ് equilibrium point. Our worker receive only the average wage. Workers എന്തായാലും ലഭിക്കുക ആവറേജ് വേജ് ആണ് ലഭിക്കുക which is less than MRP. അത് MRP നെ കാട്ടിലും കുറവാണ് by EC. EC. ഓക്കെ, representing the exploitation of labor. അത് എക്സ്പ്ലോയിറ്റേഷൻ ഈ ലെവലിൽ തരുന്നതിന് പകരം ഈ ലെവലിൽ തരുന്നുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. As a result, wage in an imperfectly competitive market are lower than the perfectly competitive market. Imperfectly competitive market perfectly competitive മാർക്കറ്റിനാട്ടിൽ കുറവായിരിക്കും വേജ് റേറ്റ്. അപ്പൊ ഈ രണ്ട് ഗ്രാഫും ഇത് രണ്ട് ചോദിച്ചാൽ ഈ രണ്ട് ഗ്രാഫും വരച്ച് ഡീറ്റെയിൽ എഴുതണം. ഇനി 10 മാർക്കിന് വയ്ക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, പവർ ഇൻ ലേബർ മാർക്കറ്റ്. The concept of power in the labor market refers to the ability of either employers or workers to influence wage level, employment condition and overall labor market outcome. ലേബർ മാർക്കറ്റിൽ വർക്കേഴ്സിന്റെ പവറിനെയാണ് എന്ന് പറയുന്നത് പവർ ഇൻ ദ ലേബർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എംപ്ലോയേഴ്സിന് എബിലിറ്റി ഓഫ് എയ്തർ എംപ്ലോയേഴ്സ് ഓർ വർക്കേഴ്സ് ടു ഇൻഫ്ലുവൻസ് വേജ് ലെവൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ എത്ര വേജ് വേണമെന്നുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ എംപ്ലോയ്മെന്റ് കണ്ടീഷനിലും ഓവറോൾ ലേബർ മാർക്കറ്റിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നതിനെ എന്ത് പറയാം പവർ ഇൻ ദ ലേബർ മാർക്കറ്റ്. വർക്കേഴ്സ് പവർ എന്ന് പറയുന്നത് എബിലിറ്റി ഓഫ് എംപ്ലോയീസ് ടു നെഗോഷിയേറ്റ് ബെറ്റർ വേജ് ബെനിഫിറ്റ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ. വർക്കേഴ്സിന്റെ പവറാണ് അവർക്ക് കൂടുതൽ വേജ് ലഭിക്കാനും ബെനിഫിറ്റ് ലഭിക്കാൻ വർക്കിംഗ് കണ്ടീഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി. ഇനി അടുത്തത് ട്രേഡ് യൂണിയൻ. വർക്കേഴ്സ് പവർ is the ability of employees to negotiate better wage, benefit and working condition. വർക്കേഴ്സ് പവർ എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ എബിലിറ്റി ആണ് ടു നെഗോഷിയേറ്റ് ബെറ്റർ വേജ് ബെനിഫിറ്റ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ട്രേഡ് യൂണിയൻ കളക്റ്റീവ് ബാർഗൈനിങ് പവർ ഉണ്ടാവും. സ്കിൽ ആൻഡ് എഡ്യൂക്കേഷൻ, സ്കിൽ ഉണ്ടായാലും എഡ്യൂക്കേഷൻ ലെവൽ ഉണ്ടായാലും ബാർഗൈനിങ് പവർ കൂടും. ലേബർ മാർക്കറ്റ് കണ്ടീഷൻ, ലോ അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ് പവർ, വർക്ക് പവർ കൂടും. അൺഎംപ്ലോയ്മെന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ലേബർ ലോസ് ആൻഡ് റെഗുലേഷൻ, രാജ്യത്തുള്ള ലേബർ ലോസും അതിന്റെ അൾട്ടർനേറ്റീവ് എംപ്ലോയ്മെന്റ് ഓപ്ഷൻ, more job opportunities give workers more leverage. Employers power refers to ability of business to set wage, working condition and hiring policy. Employers power എന്ന് പറയുന്നത് refers to the ability of businesses to set wage set ചെയ്യുക, working condition set ചെയ്യുക, hiring policy. അതിന് പ്രധാന കാരണം ഒന്ന് മാർക്കറ്റ് സ്ട്രക്ചർ, capital in business with high automation really less on labor reducing worker power. Labor supply, excess supply of workers weakness their bargaining position. Excess supply ഉണ്ടായാൽ bargaining position കൂടും. യൂണിയൻ റെസിസ്റ്റൻസ്, യൂണിയന്റെ സ്ട്രോങ് ആന്റി യൂണിയൻ പോളിസി ലിമിറ്റ് വർക്കർ ഇൻഫ്ലുവൻസ്. ആന്റി യൂണിയൻ പോളിസി ഉണ്ടായി കഴിഞ്ഞാൽ വർക്കറിന്റെ ഇൻഫ്ലുവൻസ് ലിമിറ്റ് ചെയ്യും. ഔട്ട്സോഴ്സിങ് ആൻഡ് ഗ്ലോബലൈസേഷൻ. ഓക്കെ, ജോബുകൾ ഷിഫ്റ്റ് ലോ വേജിൽ റീജിയനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ഗ്ലോബലൈസേഷൻ അതിനൊരു കാരണമാണ്. ഇനി ഗവൺമെന്റ് പ്ലേ എ ക്രൂഷ്യൽ റോൾ in regulating the labor market by ensuring fair wage and safe working condition and protecting workers' right. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് ലേബർ മാർക്കറ്റ്, ഫെയർ വേജ് എൻഷുർ ചെയ്തുകൊണ്ട് സേഫ് വർക്കിംഗ് കണ്ടീഷൻ സെറ്റ് ചെയ്തുകൊണ്ട് പ്രൊട്ടക്ടിങ് വർക്കേഴ്സ് റൈറ്റ്സ്. അതിന് ഉള്ള ഡൈനാമിക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പവർ എന്ന് പറയാം മിനിമം വേജ് കൊടുക്കണം എന്ന് പറയാം. ലേബർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ ലോസ്, എൻഫോഴ്സ് വർക്ക് പ്ലേസ് സേഫ്റ്റി ആൻഡ് പ്രിവെന്റ് അൺഫെയർ ഡിസ്മിൽസ്. സപ്പോർട്ട് ഫോർ ട്രേഡ് യൂണിയന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെൽഫെയർ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്, റെഡ്യൂസിംഗ് വർക്കർ ഡിപെൻഡൻസ്, ഇമിഗ്രേഷൻ പോളിസി കൺട്രോൾ ലേബർ സപ്ലൈ ആൻഡ് ഇസ് ഇമ്പാക്ട് ഓൺ വേജ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അഫക്ട് ലേബർ മാർക്കറ്റ് പവറിനെ അഫക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഗ്ലോബലൈസേഷൻ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, ഷിഫ്റ്റിംഗ് പവർ ടു എംപ്ലോയേഴ്സിന് പവർ കൂടാൻ ടെക്നോളജി, എക്കണോമിക് കണ്ടീഷൻ, ഡെമോഗ്രാഫിക് ചേഞ്ചസ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ മൂവ്മെന്റുകൾ. ഓക്കെ, ലോ പേ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഇൻ ദ ലേബർ മാർക്കറ്റ്. ലോ പേ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇൻസഫിഷ്യന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ലിവിങ് സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പേ കൊടുക്കുന്നതിനെ എന്താ പറയാ ലോ പേ എന്ന് പറയുന്നത്. ഇതിന് പ്രധാന അസോസിയേറ്റ് ലോ സ്കിൽഡ് ജോബ് ആയിരിക്കും, ഇൻഫോർമൽ എംപ്ലോയ്മെന്റ് ആയിരിക്കും, വീക്ക് ലേബർ പ്രൊട്ടക്ഷൻ ആയിരിക്കും. ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അൺസ്കിൽഡ് ഓർ ലോ സ്കിൽഡ് ജോബ് ആയിരിക്കും. സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഓക്കെ, സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവുമാണെങ്കിൽ എന്ത് ചെയ്യും, കമ്പനികൾ കുറെ ആളുകൾ ജോലി ചെയ്യാൻ തയ്യാറുണ്ട്, പക്ഷെ അത്ര ഡിമാൻഡ് ഇല്ലെങ്കിൽ ലോ പേയിൽ ആളുകൾ ചിലപ്പോൾ ജോലി ചെയ്യാൻ തയ്യാറാവും, അതുകൊണ്ട് ലോ പേ നൽകും. മിനിമം വേജിലോ, പാർട്ട് ടൈം ഓർ ടെമ്പററി വർക്കിൽ, പാർട്ട് ടൈം വർക്കിലും ടെമ്പററി വർക്കിലൊക്കെ ഇങ്ങനെ ആയിരിക്കും. ഇനി ഡിസ്ക്രിമിനേഷൻ ഇൻ ദ ലേബർ മാർക്കറ്റിലെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ സിമിലർ സ്കിൽ ജോബിന്
different wage or job opportunity based on such as gender, race, ethnicity, disability, religion ഇതിന്റെ ബേസിൽ ഡിസ്ക്രിമിനേഷൻ ലേബർ മാർക്കറ്റിൽ ഡിഫറെന്റ് ആളുകൾക്ക് ഡിഫറെന്റ് സാലറി കൊടുക്കാം. ഇതിൽ ഒന്ന് ടൈപ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ പേ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ മെന്നിന് കൂടുതലും വുമണിന് കുറവും, റേഷ്യൽ ആൻഡ് എത്നിക് ഡിസ്ക്രിമിനേഷൻ, മൈനോറിറ്റി മേ ഫേസ് ലോവർ വേജ് ആൻഡ് ഫ്യൂവർ പ്രൊമോഷൻസ്. മൈനോറിറ്റീസ് ലോവർ വേജ് ആണ് കിട്ടുന്നത്, അതേപോലെ ഫ്യൂവർ പ്രൊമോഷൻ ആയിരിക്കും. ഒക്കുപേഷണൽ സെഗ്രിഗേഷൻ, സെർട്ടൻ ഗ്രൂപ്പ്സ് ആർ കൺഫൈൻഡ് ടു ലോ പേയിങ് ഇൻഡസ്ട്രി. സെർട്ടൻ ഗ്രൂപ്പ് ആളുകൾ ലോ പേയിങ് ഇൻഡസ്ട്രി ആണ്, അവർക്ക് കുറച്ച് സാലറി കൊടുത്താൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഏജ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും. ഓൾഡർ യങ്ങർ വർക്കേഴ്സ് മേ സ്ട്രഗിൾ ടു ഗെറ്റ് ഫെയർ വേജസ്. ഇമ്പാക്ട് ഓഫ് ലോ പേ ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ഇതിന്റെ ഇമ്പാക്ട്, ലോ പേ കൊണ്ട് ഡിസ്ക്രിമിനേഷന്റെ ഇമ്പാക്ട്, ഇൻകം ഇനീക്വാലിറ്റി ഉണ്ടാവും. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ടാലന്റ്, സ്കിൽഡ് വർക്കർ റിമെയിൻ ലോ പേയിങ് ജോബ് ആണെങ്കിൽ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ടാലന്റ്, എക്കണോമിക് ഇനഫിഷ്യൻസിയിലേക്ക് നയിക്കും. സോഷ്യൽ അൺട്രസ്റ്റ് നടക്കും. എന്ന് പറഞ്ഞാൽ കുറച്ച് ഇത് കിട്ടുമ്പോൾ അതെന്ത് ചെയ്യും, ആളുകൾ ഭയങ്കര സോഷ്യലായിട്ട് അൺട്രസ്റ്റ് ആകും, അത് സ്ട്രൈക്കിലേക്ക് നയിക്കും. പോവർട്ടി ആൻഡ് ഇനീക്വാലിറ്റി, അത് പോവർട്ടിയിലേക്കും ഇനീക്വാലിറ്റിയിലേക്ക് നയിക്കും. റെഡ്യൂസ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് മോട്ടിവേഷൻ, ലോ വേജ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, സ്കിൽ ഡെവലപ്മെന്റ് ഡിസ്കറേജ് ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി കുറയും, മോട്ടിവേഷൻ കുറയും, എക്കണോമിക് ഇൻസ്റ്റബിലിറ്റിയിലേക്ക് നയിക്കും. പ്രൈസിംഗ് ഓഫ് ക്യാപിറ്റൽ സർവീസ്. ദ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ സർവീസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രൈസിംഗ് ഓഫ് ക്യാപിറ്റൽ സർവീസ്. ദ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ സർവീസ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് യൂസിങ് ക്യാപിറ്റൽ ഇൻ പ്രൊഡക്ഷൻ. പ്രൈസിംഗ് ക്യാപിറ്റൽ സർവീസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നതിന്റെ കോസ്റ്റ് ആണ്. അതിന് നമ്മൾ പറയാം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയാം. ഇതിന് രണ്ട് പ്രധാനപ്പെട്ട കാര്യം, ഡിമാൻഡ് ഫോർ ദ സർവീസ് ഓഫ് ക്യാപിറ്റൽ. ദ ഡിമാൻഡ് ഫോർ സർവീസ് ഓഫ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ ഡിമാൻഡ് ഫോർ പ്രൊഡക്റ്റീവ് യൂസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് rather than demand for capital itself an asset. ക്യാപിറ്റൽ അസറ്റ് ആക്കുന്നതിനെക്കാട്ടി ഇതിന് പകരമായിട്ട് പ്രൊഡക്റ്റീവ് യൂസിന് ക്യാപിറ്റൽ ഗുഡ്സ് യൂസ് ചെയ്യുന്നതിന്, അതിന് ഡിമാൻഡിന് എന്താ പറയുക, ഡിമാൻഡ് ഫോർ ദ സർവീസ് ഓഫ് ക്യാപിറ്റൽ. സപ്ലൈ ഓഫ് ദ സർവീസ് ഓഫ് ക്യാപിറ്റൽ. ദ സപ്ലൈ ഓഫ് ദ സർവീസ് ഓഫ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഫോർ പ്രൊഡക്റ്റീവ് യൂസ്. പ്രൊഡക്റ്റീവ് യൂസിന് ക്യാപിറ്റൽ ഗുഡ്സ് അവൈലബിലിറ്റി ആണെന്ന് എന്താ പറയുക, സപ്ലൈ ഓഫ് ദ സർവീസ് ഓഫ് ക്യാപിറ്റൽ. ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ് ഓഫ് ക്യാപിറ്റൽ. ദ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ സർവീസ് ഡിറ്റർമിൻഡ് ഇന്ററാക്ഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഡിറ്റർമിൻ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ സർവീസിന്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇ എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. ഇക്വിലിബ്രിയം പോയിന്റിൽ ആർ എന്ന് പറയുന്നതാണ് സപ്ലൈ ഓഫ് സേവിങ്സ്. അതിൽ ഡിമാൻഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ക്യൂ ലെവലാണ്. വെൻ ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ എക്സീഡ്, ഇതിനെക്കാട്ടിലും ഇക്വിലിബ്രിയം പോയിന്റിനെക്കാട്ടിലും ഡിമാൻഡ് എക്സീഡ് ചെയ്തു, ദ പ്രൈസ് റൈസസ്, ഡിമാൻഡ് കൂടി പ്രൈസ് കുറയും. വെൻ സപ്ലൈ ഓഫ് ക്യാപിറ്റൽ exceed the demand, the price fall. പ്രൈസ് സപ്ലൈ കൂടുതലും എക്സസ്. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ ദ ഇക്വിലിബ്രിയം ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് വെയർ ദ ഡിമാൻഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് കർവ് ഇന്റർസെക്ട് സപ്ലൈ ഓഫ് സേവിംഗ് കർവ് അറ്റ് പോയിന്റ് ഇ. ഇഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഹയർ ദാൻ OR, OR-നെക്കാട്ടി കൂടുതൽ, ഈ OR-നെക്കാട്ടിലും കൂടുതലാണ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ, OR-നെക്കാട്ടിലും കൂടുതലാണ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ അത് എഫക്ട് ചെയ്യുക ഇൻട്രസ്റ്റ് റേറ്റ്. എക്സസ് സപ്ലൈ ഓഫ് സേവിംഗ് കോസസ് ഫാൾ ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ സപ്ലൈ ഓഫ് സേവിങ്സ് എക്സസ് ആണ്, അതെന്ത് ചെയ്യും, കോസസ് ഫാൾ ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ഫാൾ ചെയ്യാൻ കാരണമാകും. ഇഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ലോവർ ദാൻ OR, എക്സസ് ഡിമാൻഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ സേവിങ്സ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. എക്സസ് ഡിമാൻഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് കോസസ് റൈസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് OR-നെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ, ഈ ലെവലിനെക്കാട്ടിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ എക്സസ് സപ്ലൈ കൂടും, അതെന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയാൻ കാരണമാവും. അതിനെക്കാട്ടി ലോവർ ആണെങ്കിൽ ഡിമാൻഡ് കൂടും, എക്സസ് ഡിമാൻഡ് കൂടും, അതെന്ത് ചെയ്യും, ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനും കാരണമാവും. ഓക്കെ, ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്ത ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇൻ മാർക്കറ്റ്. മാർക്കറ്റിൽ ഗവൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുക, മാർക്കറ്റിലെ അതിലെ ഫെയിലിയർ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് റെഗുലേഷൻ, ടാക്സസ്, സബ്സിഡി, പ്രൈസ് കൺട്രോൾ, പബ്ലിക് സർവീസിലൂടെയൊക്കെയാണ് ചെയ്യുന്നത്. ഇതിന് റീസൺ, ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉള്ള റീസൺ കറക്റ്റ് മാർക്കറ്റ് ഫെയിലിയർ കറക്റ്റ് ചെയ്യുക, എൻഷുറിംഗ് ഫെയർ കോമ്പറ്റീഷൻ, വളരെ കൃത്യമായിട്ട് ഫെയർ കോമ്പറ്റീഷൻ ഉറപ്പുവരുത്തുക, മൊണോപ്പൊളി ഇല്ലാതാക്കുക, റെഡ്യൂസിങ് ഇനീക്വാലിറ്റി, പ്രൊവൈഡിങ് വെൽഫെയർ പ്രോഗ്രാം, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തിലൂടെ റെഡ്യൂസ് ഇനീക്വാലിറ്റി, പ്രൊട്ടക്ടിങ് കൺസ്യൂമേഴ്സ് ആൻഡ് വർക്കേഴ്സ്, കൺസ്യൂമേഴ്സിനെയും വർക്കേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്യുക, പ്രൊമോട്ടിങ് എക്കണോമിക് സ്റ്റെബിലിറ്റി പ്രൊമോട്ട് ചെയ്യുക, കൺട്രോളിങ് ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, പ്രൊവൈഡിങ് പബ്ലിക് ഗുഡ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഡിഫൻസ്, ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാം. റോൾ ഓഫ് ഗവൺമെന്റ് റോൾ എന്ന് പറയുന്നത് റെഗുലേറ്ററി റോളാണ്. ഇവിടെയുള്ള ഫെയർനെസ് ആയിട്ടുള്ള, എഫിഷ്യൻസി ആയിട്ടുള്ള, സ്റ്റെബിലിറ്റി നിലനിർത്തിക്കൊണ്ട്
എക്കോണമിയെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള റോളാണ് ഗവൺമെന്റിന്റെ റോള്. ഇതിൽ കൺസ്യൂമറിന്റെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തണം, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്, സേഫ്റ്റി റെഗുലേഷൻ, നല്ല സേഫ്റ്റി ആയിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗുഡ്സ് ആളുകൾക്ക് അവൈലബിൾ ആയിരിക്കണം. ലേബർ ലോ, മിനിമം വേജ് നിർബന്ധമായി കൊടുക്കണം. വർക്ക് പ്ലേസ് സേഫ്റ്റിയും വർക്കർ റൈറ്റ്സും ഉറപ്പുവരുത്തുന്നത് ഗവൺമെന്റാണ്. എൻവിറോൺമെന്റൽ റെഗുലേഷൻ, കൺട്രോളിംഗ് പൊല്യൂഷൻ ആൻഡ് എൻഫോഴ്സിംഗ് സസ്റ്റൈനബിൾ പ്രാക്ടീസസ്, പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക, എൻഫോഴ്സിംഗ് സസ്റ്റൈനബിൾ പ്രാക്ടീസ് ഉറപ്പുവരുത്തുക. ആന്റി മൊണോപ്പൊളി പോളിസി, പ്രിവെന്റിംഗ് മൊണോപ്പൊളി ആൻഡ് പ്രൊമോട്ടിംഗ് കോമ്പറ്റീഷൻ. ഫിനാൻഷ്യൽ റെഗുലേഷൻ, ഓവർസൈറ്റ് ഓഫ് ബാങ്ക്, സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു പ്രിവെന്റ് ഫ്രോഡ് ആൻഡ് ഇൻസ്റ്റബിലിറ്റി. ഇനി പ്രൊമോഷണൽ റോള്, ഗവൺമെന്റ് ആക്റ്റീവ്ലി പ്രൊമോട്ട് എക്കണോമിക് ഗ്രോത്ത് ബൈ സപ്പോർട്ടിംഗ് ഇൻഡസ്ട്രി, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റ്. രാജ്യത്തിലെ എക്കോണമിയിലെ വ്യവസായങ്ങളുടെയും ഇൻഫ്രാസ്ട്രക്ചറിന്റെയും ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റിന് സപ്പോർട്ട് ചെയ്യാം. അതിനുള്ള ചെയ്യുന്ന വർക്കുകൾ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉറപ്പുവരുത്തുക, എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് കൊടുക്കുക, ഇൻവെസ്റ്റ്മെന്റിന് ഇൻസെന്റീവ് കൊടുക്കുക, ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നവർക്ക് ടാക്സ് ബ്രേക്ക്, സബ്സിഡി ഒക്കെ കൊടുക്കുക. സപ്പോർട്ട് ഫോർ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, ചെറിയ കുടിൽ വ്യവസായങ്ങളെയും മീഡിയം വ്യവസായങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യാം. എന്റർപ്രണർ റോള്, ഗവൺമെന്റ് ഡയറക്ട്ലി എൻഗേജ് ബിസിനസ് ആക്ടിവിറ്റി ബൈ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മാനേജിംഗ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആൻഡ് ഇൻഡസ്ട്രി ഇൻ കീ സെക്ടേഴ്സ്. ഗവൺമെന്റ് വഹിക്കുന്ന എന്റർപ്രണർ റോൾ എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ഉണ്ട്, ഇന്ത്യൻ റെയിൽവേ പോലുള്ള, അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് മാനേജ് ചെയ്യാം. അതിൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എസെൻഷ്യൽ ഗുഡ് പ്രൊഡക്ഷൻ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഫെർട്ടിലൈസർ. മൊണോപ്പൊളി ഇൻ കീ സെക്ടേഴ്സ്, ചില വ്യവസായങ്ങളിൽ മൊണോപ്പൊളി എടുത്ത ഗവൺമെന്റ് ആയിരിക്കും അത് നയിക്കുക. പ്ലാനിംഗ് റോൾ, ഗവൺമെന്റ് ഫോർമുലേറ്റ് ലോങ് ടേം എക്കണോമിക് പ്ലാൻ ടു അച്ചീവ് നാഷണൽ ഡെവലപ്മെന്റ് ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോങ് ടേം എക്കണോമിക് പ്ലാനുകൾ ഫോർമുലേറ്റ് ചെയ്യുക. എൻഷുറിംഗ് ബാലൻസ്ഡ് ഗ്രോത്ത് എൻഷുർ ചെയ്യുക, റിസോഴ്സ് അലോക്കേഷൻ. ഇനി 5 year പ്ലാൻസ് ആൻഡ് എക്കണോമിക് പോളിസി, സെറ്റിംഗ് ഗോൾ ഫോർ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സോഷ്യൽ വെൽഫെയറിനുള്ള പ്ലാനുകൾ ഉറപ്പുവരുത്തുക. റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുക, ഡയറക്റ്റിംഗ് ഫണ്ട് ടു പ്രയോറിറ്റി സെക്ടറിന് ഫണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ടെക്നോളജി. പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, വെൽഫെയർ പ്രോഗ്രാമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, റൂറൽ ഡെവലപ്മെന്റ്, എംപ്ലോയ്മെന്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി, ഇതിലൊക്കെ ഉറപ്പുവരുത്തുക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് ഉറപ്പുവരുത്തുക. ഈ കാര്യങ്ങളൊക്കെയാണ് ഗവൺമെന്റ് റോളുകൾ. ഗവൺമെന്റ് റോള്, റെഗുലേറ്ററി റോള്, പ്രൊമോഷൻ റോള്, എന്റർപ്രണർ റോള്, അതുപോലെ തന്നെ പ്ലാനിംഗ് റോള്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.